നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി അത് എന്നോട് പറയണമെന്ന്. എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ലേ? എത്രയാ അവർക്ക് കൊടുക്കാനുള്ളതെന്നെങ്കിലും പറയാം. എത്രയാണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തുവിടാം. അയ്യോ വർണ്ണ സാറേ, അതൊന്നും വേണ്ട. വേണുമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടണ്ട. അമ്മയോട് സംസാരിക്കുമ്പോ വാക്കുള്ളൊരു ബഹുമാനം ഉണ്ടാവണം. ആ ബഹുമാനത്തോടുകൂടി മര്യാദയോടുകൂടി വേണം അമ്മയോട് സംസാരിക്കാൻ. അല്ലാതെ വഴിയെ പോകുന്നൊരു സ്ത്രീയോട് സംസാരിക്കുന്ന പോലെ അല്ല സംസാരിക്കേണ്ടത്. മനസ്സിലായോ? അമ്മ ചിരവ് കൊണ്ട് നിന്റെ തലക്കടിച്ചിട്ട് നീ ചാകാറായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ ബഹുമാനത്തോടും മര്യാദയോടും കൂടി മാത്രം നീ സംസാരിക്കത്തുള്ളൂ. ബഹുമാനവും മര്യാദയും അത് അർഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഇനി അമ്മയോട് പറയാനുള്ളത്, അമ്മ എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് തുള്ളുന്നേ? ശ്രീയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാന്ന്? അത് വർമ്മ സാർ അറിഞ്ഞ എന്തായിരിക്കും ഭവിഷ്യത്തെന്ന് ചിന്തിക്കുന്നുണ്ടോ? നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയല്ല അമ്മേ, പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുവോ? കാര്യങ്ങൾ സിമ്പിളാ. ഈ പറഞ്ഞത് മനസ്സിലാക്കിയ അമ്മയ്ക്ക് നല്ലത്. രാജുവേട്ടന് അച്ഛനെ അമ്മയും ജീവന അവർക്ക് വേദനിച്ച രാജുവേട്ടനും വേദനിക്കും. ഋതികയ്ക്ക് രാജുവേട്ടന് ജീവന, രാജുവേട്ടന് വേദനിച്ച ഋതികയ്ക്കും വേദനിക്കും. ഋതികയെ വർമ്മ സാറിന് ജീവന, അത് പുറമെ കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഋതികയ്ക്ക് വേദനിച്ച വർമ്മ സാറിനും വേദനിക്കും. അധികാരം കയ്യിലുള്ള ഒരാൾക്ക് വേദനിച്ച അയാൾ ആ വേദനയെ സഹിച്ച് വിധിയെ പഴിയും പറഞ്ഞിരിക്കില്ല, പ്രതികരിക്കും. തന്റെ മകളെ വേദനിപ്പിച്ച ഒരാളെ അയാൾ എങ്ങനെ നേരിടുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇനിയും അമ്മ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നും നിർത്തണം. ഞാൻ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അതെല്ലാം അവഗണിച്ച് വീണ്ടും അമ്മ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഋതിക്ക് ഉറപ്പായും അത് അവളുടെ അച്ഛനെ അറിയിക്കും. അതോടെ വർമ്മ സാർ അതിൽ ഇടപെടും. പിന്നെ നിമിഷങ്ങൾ കൊണ്ടായിരിക്കും അമ്മയുടെ പലിശയ്ക്ക് കൊടുക്കലും ചിട്ടിയും പാട്ടും ഒക്കെ കെട്ടി പൂട്ടുന്നതും. പിന്നെ ഇവിടെ സ്ഥിരം ഇരുന്ന് ഈച്ച അടിക്കാം. പിന്നെ വർമ്മ സാറിന്റെ മുമ്പില് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. പണം പലിശയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു കുബേരയും കൂടി തലയിലേക്ക് എടുത്ത് വെച്ച് തന്നാ പിന്നെ സുഖായി. ഇവിടെ ഇരുന്ന് അടിക്കണ്ട, ഈച്ചയെ ജയിലിൽ പോയി അടിക്കാം. അതുകൊണ്ട് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താ നല്ലത്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ബാക്കിയൊക്കെ അമ്മയുടെ ഇഷ്ടം. ഇത്രയും പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇറങ്ങുവാ. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തെങ്കിലും സംഭവിച്ചിട്ട് കിടന്ന് കരയുന്നതിലും ഭേദം ബുദ്ധിപൂർവം ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതാ. എന്തായാലും അവർക്ക് ക്യാഷ് സംഘടിപ്പിക്കാൻ കുറച്ചുകൂടി സമയം കൊടുക്കാം. അമ്മേ, മോളെ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഞാനിപ്പോ കൊണ്ടുവരാം. ഹരീഷിന്റെ ഡയലോഗ് കേട്ട് അമ്മയ്ക്ക് മനംമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമ്മ എത്ര സാവകാശം അവർക്ക് കൊടുത്താലും അവരെ കൊണ്ട് ആ പണം സംഘടിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. വർമ്മ സാറേ, ഞങ്ങൾ ഇറങ്ങാം. ഓ, സംസാരിച്ചിരുന്നേ സമയം പോയത് അറിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന കാര്യവും ഞാൻ ഓർത്തില്ല. എങ്ങനെയുണ്ട് ശ്രീലക്ഷ്മി പുതിയ ജീവിതം? വർമ്മ സാറിന്റെ അനുഗ്രഹം വാങ്ങി ജീവിതത്തിലേക്ക് കടന്നവരല്ലേ ഞങ്ങള്. നന്നായി പോകുന്നു സാർ. ഗുഡ്. ശ്രീ MSc ജോയിൻ ചെയ്ത് വർമ്മ സാറേ. ഓഹോ, അത് ശരി. അച്ഛാ, ഞങ്ങൾ ഇറങ്ങാം. അച്ഛന്റെ മനസ്സ് വിഷമിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന. ഞങ്ങൾ ഇനി ഒരിക്കലും അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കില്ല. അച്ഛൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സിലാദ്യ കയറ്റരുത്. മനസ്സിലായോ? ഞങ്ങൾ പോയിട്ട് വരാം അച്ഛാ. ശരി മോളെ. വേണമെങ്കിലേ തൽക്കാലം അമ്മയ്ക്ക് ഞാനൊരു ഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക്
ഇനി ക്യാഷിന്റെ കാര്യത്തിൽ അമ്മ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അമ്മയ്ക്ക് കൊടുക്കാനുള്ള ക്യാഷ് നമുക്ക് ഉടനെ തിരിച്ചു കൊടുക്കാം. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനും നോക്കാം. അതൊന്നും വേണ്ട മോനെ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വാ. ശരി അങ്കിളെ. അമ്മേ, ശരി മോളെ, നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ഇവരെ യാത്ര അയച്ചിട്ട് വരാം. വാ. രാജു, അവിടെ ഒന്ന് നിന്നേ. എന്താ വർമ്മ സാറേ? എന്താ എന്താ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ? രമ്യയുടെ അമ്മയ്ക്ക് നിങ്ങൾ ക്യാഷ് വല്ലതും കൊടുക്കാനുണ്ടോ? വർമ്മ സാറേ, അത് രാജു, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി അത് എന്നോട് പറയണമെന്ന്. എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ലേ? എത്രയാ അവർക്ക് കൊടുക്കാനുള്ളതെന്നെങ്കിലും പറയാം. എത്രയാണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തുവിടാം. അയ്യോ വർമ്മ സാറേ, അതൊന്നും വേണ്ട. വേണുമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടണ്ട. രാജു, നിനക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ ശേഖരന്റെ വീട്ടിലേക്ക് അയച്ചോളാം. അവനൊരു ഡീൽ ചെയ്തോളൂ. അച്ഛാ, അതൊന്നും വേണ്ട. നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചോ? നിങ്ങൾ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അത് നടക്കില്ല അച്ഛാ. അച്ഛനോട് ദേഷ്യം തോന്നരുത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ നിസ്സാരമായൊരു തുകയാ രമ്യയുടെ വീട്ടുകാർക്ക് ഞങ്ങൾ കൊടുക്കാനുള്ളത്. പക്ഷെ ആ തുക അച്ഛന്റെ കയ്യിൽ നിന്നും വാങ്ങി രമ്യയുടെ അമ്മയ്ക്ക് കൊടുത്ത അത് ഇവർക്കാർക്കും യാതൊരു സംതൃപ്തിയും ഉണ്ടാവില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കണ്ടെത്തി കൊടുക്കേണ്ട പണം രുക്മിണി ആന്റിക്ക് കൊടുത്താൽ മാത്രമേ ഈ വീട്ടിലുള്ളവര് സമാധാനമായിട്ടൊന്ന് ഉറങ്ങൂ. അതുകൊണ്ട് അച്ഛാ. ഋതിക മാഡം പറഞ്ഞത് സത്യം വർമ്മ സാറേ. വർമ്മ സാറിനെ ബുദ്ധിമുട്ടിച്ച ഞങ്ങൾക്കത് മനസ്സിന് അംഗീകരിക്കാനാവാത്ത കാര്യമാ. വർമ്മ സാർ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾ പരിഹരിച്ചോളാം വർമ്മ സാറേ. അതെ അച്ഛാ, അത് ഞങ്ങളുടെ വാശിയ. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. ഞാൻ ആട്ടെ. അപ്പൊ നീ വാശിയിലാണോ ഋതികേ? ശരി, എങ്കിൽ നമുക്കേ കാണാം. നിങ്ങളുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും വീറോടെയും വാശിയോടെയും പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ഓട്ടവും കഷ്ടപ്പാടും ഒക്കെ നല്ലത് തന്നെയാ. നാളെ ഒരിക്കൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ അതിനെയൊക്കെ നേരിടാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.